എല്ലാവർക്കും KPയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാമത്തെ ക്ലാസ്സാണ് നെറ്റ്വർക്കിൽ. അതിന് മുൻപ് നമ്മൾ എന്തൊക്കെയാണ് ആദ്യത്തെ 3 ക്ലാസ്സിൽ ജസ്റ്റ് പഠിച്ചത് എന്ന് വെറുതെ നമുക്ക് റീകോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ടേംസുകളാണ് നോക്കിയത്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സർക്യൂട്ട് തിയറി വരുന്ന ബേസിക് ആയിട്ടുള്ള എലിമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കിയത്. എന്തൊക്കെയായിരുന്നത്? ചാർജിനെ കുറിച്ച് പഠിച്ചു, അതിന് യൂണിറ്റ്, അതിനുശേഷം കറണ്ട്, അതിനുശേഷം വോൾട്ടേജിനെ കുറിച്ച് പഠിച്ചു, പിന്നെ പവർ, പിന്നെ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത്. അതിനുശേഷം നമ്മൾ എലിമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. എലിമെന്റ്സിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യാനും എങ്ങനെയാണ് അത് VI കാരയിൽ നിന്ന് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു എലിമെന്റ്സ്? എലിമെന്റ്സ് 4 ടൈപ്പ് ഓഫ് എലിമെന്റ്സ് ഉണ്ട്. ഒന്ന് ലീനിയർ ആൻഡ് നോൺ ലീനിയർ, 2 യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ, 3 ആക്റ്റീവ് ആൻഡ് പാസീവ്, 4 ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. ഓക്കെ, ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് എലിമെന്റ്സ് ആണുള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഓംസ് ലോ കണ്ടു. എന്താണ് ഓംസ് ലോ? ഓംസ് ലോന്റെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്താണ് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു. റെസിസ്റ്റർ എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, അതിനുശേഷം അതിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടക്ടൻസ് എന്താണ് പഠിച്ചു. കണ്ടക്ടൻസ് G എന്താണെന്ന് പഠിച്ചു. അതാണ് കണ്ടക്ടൻസ് G പഠിച്ചു. പിന്നെ എങ്ങനെയാണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ആയിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള പാരാമീറ്റർ നമ്മൾ പഠിച്ചു. അത് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണെന്ന് പഠിച്ചു. അതിന്റെ ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് റെസിസ്റ്റൻസിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ആണ്. റെസിസ്റ്റൻസ് എങ്ങനെയാണ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്ന് വരുന്ന ഇക്വേഷൻസ്, എങ്ങനെയാണ് ഇക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. എന്തൊക്കെയാണ് വോൾട്ടേജ് ആണോ കറണ്ട് ആണോ കോൺസ്റ്റന്റ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ കണ്ടക്ടൻസ് സീരീസും പാരലൽ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിച്ചു. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കിർച്ചോഫ്സ് കറണ്ട് ലോയും എന്താണെന്നാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഈ 2 ലോയും അറിയാണ്ട് നമുക്ക് നെറ്റ്വർക്ക് തിയറിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നെറ്റ്വർക്ക് തിയറി മാത്രമല്ല, ഏത് സബ്ജക്ട് എടുത്താലും KCLന്റെയും KVLന്റെയും ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2 ടൈപ്സ് ഓഫ് ലോ ആണ്. ഇലക്ട്രിക്കലിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 2 ലോ ആണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ലോ തന്നെയാണ്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആൻഡ് കിർച്ചോഫ്സ് കറണ്ട് ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് ലോ ആണ്. ഒന്ന് KCL, 2 KVL. ഓക്കെ, ഈ 2 ലോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് KCL ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. KCL നമ്മുടെ കിർച്ചോഫ്സ് കറണ്ട് ലോ. കിർച്ചോഫ്സ് കറണ്ട് ലോ എന്താണ് കിർച്ചോഫ്സ് കറണ്ട് ലോ പറയുന്നത്? കിർച്ചോഫ്സ് കറണ്ട് ലോ പറയുന്നത് വേറൊന്നുമല്ല, അൽജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് സീറോ. കൊടുത്തിരിക്കുന്ന ടേംസ് എന്താണ്? അൽജിബ്രായിക് സം ഓഫ് കറന്റ്സ്, algebraic sum of currents meeting at a junction or node is zero. ഇതാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ പറയുന്നത്. ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കിർച്ചോഫ്സ് കറണ്ട് ലോയിലെ അൽജിബ്രായിക് സം. അൽജിബ്രായിക് സം എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അൽജിബ്രായിക് സമ്മിൽ നമ്മൾ അതിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ, അതിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൺസിഡർ ചെയ്യണം. ആ ഡയറക്ഷനും ആ ഒരു ഇക്വേഷനിൽ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് KCL അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ കൊടുത്തിരിക്കുന്ന അടുത്ത പോയിന്റ് മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ, ഒരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരു നോഡിലോ അത് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇസ് സീറോ. കൊടുത്തിരിക്കുക കിർച്ചോഫ്സ് കറണ്ട് ലോ വേറൊന്നുമല്ല, ദ അൽജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ ഓർ നോഡ് ഇസ് സീറോ. എന്താണ് ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ്? ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് വെച്ചാൽ 2-3 ബ്രാഞ്ചസ് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. സപ്പോസ് ഇതൊരു നോഡ് ആണെങ്കിൽ ഈ നോഡിലെ മിനിമം 2 ബ്രാഞ്ചെങ്കിലും ഉണ്ടാവും. മിനിമം 2 ഇൻകമ്മിങ്ങോ അല്ലെങ്കിൽ 2 ഏതെങ്കിലും ആവാം. മിനിമം 2 ബ്രാഞ്ച് ഉണ്ട്. ചിലപ്പോൾ ഇത് ഇൻകമ്മിങ് ആയിരിക്കാം, ഇത് ഔട്ട് ഗോയിങ് ആയിരിക്കാം. ഈ ഒരു ഇതിനെയാണ് നമ്മൾ നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക കിർച്ചോഫ്സ് കറണ്ട് ലോ വേറൊന്നുമല്ല, ദി അൽജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇസ് സീറോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. സപ്പോസ് നമുക്ക് ഒരു നോഡ് ഉണ്ട്, ഇതൊരു നോഡ് O ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് എ നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ആണ്. ഇതിന് നമുക്കൊരു 4 അല്ലെങ്കിൽ 5 ബ്രാഞ്ചസ് ഉണ്ടെന്നായിരിക്കും. 5 ബ്രാഞ്ചസ്, 2, 3, 4, 5, ഇങ്ങനെ 5 ബ്രാഞ്ചസ് ഉണ്ട്. ഈ 5 ബ്രാഞ്ചസിൽ ഓരോ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക.
ഇത് I1, ഇത് I2, I3, I4, I5. ഇങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻസ് തന്നിരിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോഡിലോട്ട് വരുന്ന അല്ലെങ്കിൽ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട്സിനെ നമ്മൾ ഇൻകമിംഗ് കറണ്ട് എന്ന് പറയും. ഓക്കെ, നോഡിലോട്ട് വരുന്ന അല്ലെങ്കിൽ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട്സിനെ നമ്മൾ ഇൻകമിംഗ് കറണ്ട് എന്നും, നോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടിനെ നമ്മൾ ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇൻകമിംഗ് കറണ്ട്സ്? ഇൻകമിംഗ് കറണ്ട്സ് എന്തൊക്കെയാണ് ഇതിൽ? ഈ തന്നിരിക്കുന്ന ഇതിലെ ഇൻകമിംഗ് കറണ്ട്സ് ഏതൊക്കെയാണ്? I2 ഇൻകമിംഗ് ആണ്, I1 ഇൻകമിംഗ് ആണ്, I5 ഇൻകമിംഗ് ആണ്. I1, I2, I5 ഈ മൂന്ന് കറണ്ട്സും ഇൻകമിംഗ് കറണ്ട്സ് ആണ്. ഔട്ട് ഗോയിങ് കറണ്ട്സ് ഏതൊക്കെയാണ്? ഔട്ട് ഗോയിങ് കറണ്ട്സ് നോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട്സിനെയാണ് ഔട്ട് ഗോയിങ് കറണ്ട്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ I3 I4 ആണ് ഔട്ട് ഗോയിങ് കറണ്ട്സ്. I3 ആൻഡ് I4, I3 I4 ആണ് ഔട്ട് ഗോയിങ് കറണ്ട്സ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻകമിംഗ് കറണ്ടിനെ പോസിറ്റീവ് കറണ്ട് ആയിട്ട് നമ്മൾ എടുക്കാം. ഇൻകമിംഗ് കറണ്ട്സിനെ നമ്മൾ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറണ്ട്സിനെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അത് നേരെ തിരിച്ച് ചെയ്യാം. ഔട്ട് ഗോയിങ് കറണ്ട്സിനെ പോസിറ്റീവായിട്ട് എടുക്കാം, അതുപോലെ ഇൻകമിംഗ് കറണ്ട്സിനെ നെഗറ്റീവായിട്ട് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇത് ഈ ക്ലാസ്സിൽ ഫോളോ ചെയ്യാൻ പോകുന്നത് ഇൻകമിംഗ് കറണ്ട്സിനെ പോസിറ്റീവും ഔട്ട് ഗോയിങ് കറണ്ട്സിനെ നെഗറ്റീവും ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഇനി നമുക്ക് ഈ നോഡിൽ നമുക്ക് KCL അല്ലെങ്കിൽ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. നമ്മൾ പറഞ്ഞു കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത് അൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ്. അൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ് അതായത് ഈ I2 ആണെങ്കിൽ ആ കറണ്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആ ഡയറക്ഷൻ കൂടി നമ്മൾ ഈ ഒരു ലോയിൽ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ I1 എടുക്കണം. I1 എടുക്കുകയാണെങ്കിൽ I1 നമ്മൾ പറഞ്ഞ ഇൻകമിംഗ് കറണ്ട് ആണ്, അത് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് I1. ഓക്കെ, അടുത്തത് I2 എഗെയിൻ അതും ഒരു ഇൻകമിംഗ് കറണ്ട് ആണ്, അപ്പോൾ അതും ഒരു പോസിറ്റീവ് കറണ്ട് ആണ്, പ്ലസ് I2. അടുത്തത് I3 എന്താണ്? I3 ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. ഔട്ട് ഗോയിങ് കറണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് I3. വീണ്ടും I4 എന്താണ്? I4 വീണ്ടും ഒരു ഔട്ട് ഗോയിങ് കറണ്ട് ആണ്, അതുകൊണ്ട് അത് മൈനസ് I4. അടുത്തത് I5 എന്താണ്? ഇൻകമിംഗ് ആണ്, അതുകൊണ്ട് പ്ലസ് I5 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന ജംഗ്ഷനിൽ സർക്യൂട്ടിന്റെ KCL ഇക്വേഷൻ. നമുക്ക് നോക്കിയാൽ അൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ്, എല്ലാ കറണ്ട്സിന്റെയും നമ്മൾ ഡയറക്ഷൻ എടുത്തു, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ ഓർ നോട്ട്, മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ ഈ എല്ലാ കറണ്ട്സും ഈ ഒരു ജംഗ്ഷൻ ഓയിലാണ് മീറ്റ് ചെയ്യുന്നത്. ഇസ് സീറോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു തന്നിരിക്കുന്ന ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ KCL ഇക്വേഷൻ എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും I1 പ്ലസ് I2 പ്ലസ് I5 ഈക്വൽ ടു I3 പ്ലസ് I4. ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും I1 പ്ലസ് I2 പ്ലസ് I5 ഈക്വൽ ടു I3 പ്ലസ് I4. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ I1 ഉം I2 ഉം I5 എന്താണ്? I1 ഉം I2 ഉം I5 ഉം ഇൻകമിംഗ് കറണ്ട്സ് ആണ്. ഇത് നമ്മുടെ ഇൻകമിംഗ് കറണ്ട്സ് ആണ്. ഈക്വൽ ടു I3 I4 എന്താണ്? ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. അപ്പോൾ ഇത് ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. അപ്പോൾ KCLന്റെ വേറെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എ ജംഗ്ഷൻ ഓർ നോട്ട് ദ ഇൻകമിംഗ് കറണ്ട് വിൽ ബി ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻസ് ആണ് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് അൾജിബ്രൈക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഓർ നോട്ട് ഈസ് 0, അല്ലെങ്കിൽ ഇൻകമിംഗ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് അറ്റ് എ നോട്ട്. ഇതാണ് നമ്മുടെ KCL. ഇതാണ് നമ്മുടെ കിർച്ചോഫ്സ് കറണ്ട് ലോ. ഓക്കെ, ഇനിയും കുറെ കാര്യങ്ങൾ കിർച്ചോഫ്സ് കറണ്ട് ലോയിൽ നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞു, ഇൻകമിംഗ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഇനി നമുക്ക് ഇൻകമിംഗ് കറണ്ടിന് നമുക്ക് എന്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? എന്താണ് നമുക്ക് കറണ്ടിന് എഴുതാൻ പറ്റാം? കറണ്ട് നമുക്കറിയാം എന്താണ്? കറണ്ട് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T. കറണ്ട് അറിയാം, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഏത് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാം I1 പ്ലസ് I2 പ്ലസ് I5 ഈക്വൽ ടു I3 പ്ലസ് I4. ഇങ്ങനെയായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നേരെ തിരിച്ചെഴുതാം. മീൻസ് നമ്മുടെ ചാർജിൻ്റെ ടേംസിൽ ഏതാണെങ്കിൽ എഴുതാം Q1 ഡിവൈഡഡ് ബൈ T പ്ലസ് Q2 ഡിവൈഡഡ് ബൈ T പ്ലസ് Q5 ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു Q3 ഡിവൈഡഡ് ബൈ T പ്ലസ് Q4 ഡിവൈഡഡ് ബൈ T. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്താം? KCLനെ കൺസർവേഷൻ ഓഫ് ചാർജ്, ഇത് നമ്മുടെ T നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അതായത് Q1 പ്ലസ് Q2 പ്ലസ് Q5 ഈക്വൽ ടു Q3 പ്ലസ് Q4. അപ്പോൾ വേറെ ഡെഫിനിഷൻ KCL എന്ത് ലോ ആണ് ഫോളോ ചെയ്യുന്നത്? KCL ഫോളോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, ഫോളോസ് കൺസർവേഷൻ ഓഫ് ചാർജ്, ഫോളോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. KCL ഫോളോ ചെയ്യുന്നത് എന്ത് ലോയാണ്? കൺസർവേഷൻ ഓഫ് ചാർജിന്റെ
ലോ ആണ് കിർച്ചോഫ്സ് ലോ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ലോ എന്താണ്? രണ്ടാമത്തെ ലോ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ്. അടുത്തത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ KVL. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ വോൾട്ടേജുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ലോ ആണ് ഇത്. ഓക്കെ, ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യുക നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള സർക്യൂട്ട്സിലാണ്. ക്ലോസ്ഡ് സർക്യൂട്ട്സിലാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുക. ക്ലോസ്ഡ് സർക്യൂട്ട്സിലാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുക. ഈ KVL ഒരു സർക്യൂട്ടിലുള്ള EMFും വോൾട്ടേജ് ഡ്രോപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് തരാം. ഒരു ലൂപ്പിലുള്ള വോൾട്ടേജ് ഡ്രോപ്പും ആൻഡ് EMF തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് KVL കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ തരാം. ഇനി എന്താണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത്? കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ആദ്യം കൊടുത്തിരിക്കുന്ന ബോട്ടം പോയിന്റ് ആണ്. ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ദി അൽജിബ്രൈക് സം ഓഫ്, നമ്മൾ നേരത്തെ KCL പറഞ്ഞ പോലെ തന്നെ അൽജിബ്രൈക് സം ഓഫ് എന്തായിരിക്കും? അൽജിബ്രൈക് സം ഓഫ് ഇലക്ട്രോ EMFs, അൽജിബ്രൈക് സം ഓഫ് EMF ഒട്ടിരിക്കുക. അൽജിബ്രൈക് സം ആണ്. അൽജിബ്രൈക് സം ഓഫ് എന്ത്? EMF ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ്. EMFും വോൾട്ടേജ് ഡ്രോപ്പും അൽജിബ്രൈക് സം ഓഫ് എന്തൊക്കെ? അൽജിബ്രൈക് സം ഓഫ് EMF ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ KVL സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ദി അൽജിബ്രൈക് സം ഓഫ് EMF ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0. ഓർത്തിരിക്കേണ്ട പോയിന്റ്സുകളാണ്. ക്ലോസ്ഡ് ലൂപ്പിലാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുക. നമ്മൾ KCL എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലാണ് KCL അപ്ലൈ ചെയ്യുക. അതേസമയം KVL ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇവിടെയും അൽജിബ്രൈക് സം തന്നെയാണ്, KCLും അൽജിബ്രൈക് സം ആണ്. ഇവിടെ സം ഓഫ് എന്തൊക്കെയാണ്? ഇത് രണ്ട് ടേംസ് ഉണ്ട്. രണ്ട് ടേമിന്റെ സം ഉണ്ട്. ഒന്ന് EMFന്റെയും അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പിന്റെയും. എന്നാൽ KCL നമ്മൾ കറണ്ടിന്റെ മാത്രം സമ്മാണ് എടുത്തത്. പക്ഷേ KVL അൽജിബ്രൈക് സം ഓഫ് EMFും വോൾട്ടേജ് ഡ്രോപ്പും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഏതാണ് നമുക്ക് നോക്കാം. സപ്പോസ് ഇത് നമ്മുടെ ഒരു EMF വോൾട്ടേജ് ഡ്രോപ്പ് EMF E ആണ്. വേറൊരു EMF കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് E1, ഇത് E2 ആണ്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. 3 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ക്ലോസ് ആകുമ്പോൾ നമുക്ക് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായി. ഇത് R1, ഇത് R2, ഇത് R3 ആണ് എന്ന് വിചാരിക്കാം. ഇതിൽ കൂടി പോകുന്ന കറണ്ട്, ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ KVL പ്രകാരം എന്തൊക്കെയാണ് വേണ്ടത്? EMFും വേണം, വോൾട്ടേജ് ഡ്രോപ്പും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് EMF എന്തൊക്കെയാണ്? ഈ ഒരു സർക്യൂട്ടിലുള്ള EMF ഇതിൽ രണ്ട് EMF ഉണ്ട്. ഒന്ന് E1ഉം E2. അപ്പോൾ E1ഉം E2 ഈ രണ്ട് EMF ആണ് ഈ ഒരു സർക്യൂട്ടിൽ ഉള്ളത്. ഇനി വോൾട്ടേജ് ഡ്രോപ്പ്, എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്? 3 എലിമെന്റ്സ് ഉണ്ട്. R1, R2, R3. എല്ലാത്തിൻ്റെയും കറണ്ട് സീരീസിലായതുകൊണ്ട് എല്ലാത്തിൻ്റെയും കറണ്ട് സെയിം ആയിരിക്കും. അതുകൊണ്ട് R1 ഡ്രോപ്പ് എന്തായിരിക്കും? IR1. അപ്പോൾ IR1 ഒരു ഡ്രോപ്പാണ്. IR2 വേറെ ഡ്രോപ്പാണ്. IR3 വേറെ ഡ്രോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്ര വോൾട്ടേജ് ഡ്രോപ്സ് ഉണ്ട്. EMF E1, E2 വോൾട്ടേജ് ഡ്രോപ്സ് 3 ഉണ്ട്. IR1, IR2, IR3. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞു അൽജിബ്രൈക് സം ഓഫ് EMFs ആണ്. അപ്പോൾ നമുക്ക് രണ്ട് EMF ഉണ്ട്, E1ഉം E2ഉം. ഓക്കെ, E1ഉം E2ഉം. അപ്പോൾ അതിന് സം എന്തായിരിക്കും? അൽജിബ്രൈക് സം എന്ന് പറയുമ്പോൾ പറഞ്ഞു നമ്മൾ അതിന്റെ പൊളാരിറ്റിയും കൂടി കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ പൊളാരിറ്റി കൺസിഡർ ചെയ്യേണ്ടത്? അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എങ്ങനെയാണ് ഇതിന്റെ പൊളാരിറ്റി കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഇത് ഇവിടെ E2ൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E2 നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ഒരു റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആണ് അവിടെ കാണുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് E2 പോകുന്നത്. അതുകൊണ്ട് ഒരു റൈസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഓർക്കാം, എപ്പോഴും റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് എന്ന് വിളിക്കും. പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. റൈസ് ഇൻ പൊട്ടൻഷ്യലിന് പോസിറ്റീവായിട്ടും ഡ്രോപ്പ് ഇൻ പൊട്ടൻഷ്യലിന് നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഓർത്തിരിക്കുക. റൈസ് ഇൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ്, ഡ്രോപ്പ് ഇൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പവറിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ഡ്രോപ്പ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുകയാണെങ്കിൽ അത് റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യും. നേരെ മറിച്ച് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുകയാണെങ്കിൽ അതിനെ ഡ്രോപ്പ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഓക്കെ,
ഈ ഒരു ഭാഗം മായ്ക്കാണ്. ഓക്കെ, ഇനി നമ്മളെ പവർ കൺസെപ്റ്റില് നമുക്കറിയാം റെസിസ്റ്റൻസ് എപ്പോഴും പവർ അബ്സോർബ് ചെയ്യും. ഓക്കെ, റെസിസ്റ്റൻസ് എപ്പോഴും പവർ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഷുഡ് എൻ്റർ അറ്റ് പോസിറ്റീവ്. ഇതിനെക്കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഓർത്തിരിക്കുക, റെസിസ്റ്റീവ് എലിമെന്റ്സ് എപ്പോഴും കറണ്ടിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗം പോസിറ്റീവ് ആയിരിക്കും, ലീവ് ചെയ്യുന്ന ഭാഗം നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പൊളാരിറ്റീസ് മാർക്ക് ചെയ്യാണ്. ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെ എല്ലാ റെസിസ്റ്റീവ് എലിമെന്റ്സിലും പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും പൊളാരിറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇതിലും എന്തൊക്കെയാണ് റൈസിംഗ് പൊട്ടൻഷ്യൽ ആണോ ഡ്രോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് E1 E2 കൺസിഡർ ചെയ്യാം. E1ൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് റൈസ് ആണ്, റൈസിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അതേപോലെ തന്നെ E2ൽ നിന്നും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്. അതുകൊണ്ട് E2ലും റൈസിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഇനി പക്ഷേ നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് R1 R2 R3 നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് പോകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. എല്ലാ എലിമെന്റ്സിലും R1ലും R2ലും R3ലും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് എലിമെന്റ്സിലെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പാണ്, വോൾട്ടേജ് ഡ്രോപ്പാണ് ഉണ്ടാകുന്നത്. റൈസ് അല്ല, വോൾട്ടേജ് ഡ്രോപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ റൈസിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും, ഡ്രോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേംസ് എല്ലാം, ഈ ഒരു EMFന്റെ എല്ലാ ടേംസ് റൈസ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ടും, ഇതിൽ കാണുന്ന IR1 IR2 IR3 എല്ലാം ഡ്രോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ KVL ഇക്വേഷൻ എഴുതാം. അപ്പോൾ KVL ഇക്വേഷൻ നമുക്ക് ഏതാണെങ്കിൽ ആദ്യത്തെ എലിമെന്റ് E1 ആണ് കൺസിഡർ ചെയ്യാം. അപ്പോൾ പറഞ്ഞു E1 എന്താണ്? റൈസിംഗ് പൊട്ടൻഷ്യൽ ആണ്, അതുകൊണ്ട് പോസിറ്റീവ് E1. അതിനുശേഷം വീണ്ടും R1 IR1 ആണ് വോൾട്ടേജ് ഡ്രോപ്പ്, അൽജിബ്രൈക് സം ഓഫ് EMF ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് IR1. ഓക്കെ, അതുപോലെ തന്നെ R2ലും വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, അപ്പോൾ മൈനസ് IR2, വീണ്ടും മൈനസ് IR3. ഇത്രയാണ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇതെല്ലാം ഡ്രോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. അതിനുശേഷം E2ൽ വീണ്ടും റൈസിംഗ് പൊട്ടൻഷ്യൽ ആണ്, അതുകൊണ്ട് തന്നെ പ്ലസ് E2. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഇനി ക്ലോസ്ഡ് ലൂപ്പ്, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ. അൽജിബ്രൈക് സം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിന്റെയും പൊളാരിറ്റി കൺസിഡർ ചെയ്തിട്ടാണ് ഈക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഓഫ് EMF ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ്, EMFന്റെയും അതുപോലെ തന്നെ എല്ലാ എലിമെന്റ്സിന്റെയും വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ KVL ഇക്വേഷൻ. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും E1 പ്ലസ് E2 ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. ഇതും നമ്മുടെ KVL തന്നെയാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ E1 പ്ലസ് E2 ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? റൈസിംഗ് പൊട്ടൻഷ്യൽ, സം ഓഫ് റൈസിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്. നേരത്തെ പറഞ്ഞു KCL എന്താ പറഞ്ഞു? ഇൻകമിംഗ് കറന്റ് അറ്റ് നോഡ് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറന്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ KVLലെ സം ഓഫ് റൈസിംഗ് പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇതാണ് നമ്മുടെ KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു കിർച്ചോഫ് കറന്റ് ലോ എന്തിനെ ഫോളോ ചെയ്തിട്ടാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് KCL. പക്ഷേ KVL ഫോളോ ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണിത്. KCL will follow law of conservation of charge and KVL will follow law of conservation of energy. ഇതാണ് നമ്മുടെ KCLും KVLും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ പവർ അബ്സോർബ്ഡും പവർ ഡെലിവേർഡ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ റൈസിംഗ് പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ഡ്രോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഇനി ഇത് ഇപ്പോൾ സപ്പോസ് E2 നേരത്തെ കാണിച്ചതിന് പകരം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കോൺഫിഗറേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു KVLും KCLും ഏതാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.